നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണ്, ജോഷി മൂഴിയാങ്കൽ. ജോഷി മൂഴിയാങ്കൽ മുമ്പ് പൂഞ്ഞാർ പഞ്ചായത്ത്, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പൊതുപ്രവർത്തകനാണ്. അതിലൊക്കെ ഉപരി കേരളത്തിൽ എവിടെയെങ്കിലും തേനീച്ചക്കൂടിൻ്റെ ശല്യം, തേനീച്ചകളുടെ ശല്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടന്നൽക്കൂടിൻ്റെ ശല്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെന്ന്, കേരളത്തിന് പുറത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനം കിട്ടും, അവിടെയൊക്കെ ചെന്ന് ഒരു പ്രത്യേക രീതിയിൽ ഈ തേനീച്ചകളെയൊക്കെ, അക്രമകാരികളായി നിൽക്കുന്ന തേനീച്ചകളെ, മനുഷ്യർക്ക് ഭീതി പരത്തി നിൽക്കുന്ന തേനീച്ചകളെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രത്യേക സവിശേഷ സിദ്ധി കൈവരിച്ചിരിക്കുന്ന ഒരാളാണ് ശ്രീ ജോഷി ജോർജ്. അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ജോഷി ചേട്ടാ. നമസ്കാരം. ചേട്ടൻ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്? ഈ തേനീച്ചകളെയും കടന്നലുകളെയൊക്കെ പിടിക്കുന്ന ഈ ഒരു രംഗത്തേക്ക് വന്നത് എങ്ങനെയാണ്? അതായത് പണ്ട് മുതൽ നമ്മളൊരു ചെറിയ സാഹസികനാണ്. എനിക്ക് തേനീച്ച വളർത്തലുണ്ടായിരുന്നു വ്യാപകമായിട്ട്. ചെറുതേനീച്ച, പിന്നെ വൻതേനീച്ചകൾ അഥവാ ഞൊടിയൽ തേനീച്ചകൾ, പെരുന്തേനീച്ചകളല്ല. അവയെ നമുക്ക് യാതൊരു കാരണവശാലും ഇണക്കി വളർത്താൻ പറ്റത്തില്ലാത്ത വളരെ അപകടകാരികളാണ്. അപ്പോൾ ഇങ്ങനെ ഈ ചെറുതേനീച്ചയും ഞൊടിയത്തേനീച്ചകൾ അഥവാ വൻതേനീച്ചകൾ വളർത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇതുപോലെ പെരുന്തേനീച്ചകൾ പലയിടത്തും വരുമ്പം ഞാൻ അന്നും ഏത് മരത്തേലും കയറുമായിരുന്നു. ആഞ്ഞിലിയിലും മാവേലും ഒക്കെ മാങ്ങാപ്പഴം പറിക്കാനും ആനിക്കാവള പറിക്കാനും ഒക്കെ കയറുമായിരുന്നു. അപ്പോൾ കയറുമ്പം ഈ പെരുന്തേനീച്ചകളെ നമ്മൾ കരിച്ച് കൊല്ലുമായിരുന്നു, അല്ലാണ്ട് ജീവനോടെ എടുക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. അങ്ങനെ പാലക്കാട് ജില്ലയിലെ അഗളി പ്രദേശത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു ആദിവാസി ഈ പച്ചമരുന്ന് പ്രയോഗത്തിൽ കൂടി പെരുന്തേനീച്ചകളെ മയക്കുന്ന വിദ്യ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ആ ആദിവാസിയിൽ നിന്നാണ് ഞാനിത് പഠിച്ച് ഇത് ചെയ്യാൻ കാരണം. ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം എനിക്ക് മറ്റ് ഞൊടിയത്തേനീച്ചയും വൻതേനീച്ചയും വളർത്തുള്ളത് കൊണ്ട്, തേനീച്ചയുമായി നമുക്കൊരു അടുപ്പമുള്ളത് കൊണ്ടാണ് ഈ രംഗത്ത് നമ്മൾ ചെയ്യാൻ കാരണം. ഈ ആദിവാസികളാണോ മരുന്നുകൂട്ട്, പ്രത്യേക മരുന്നുകൂട്ട് പറഞ്ഞത്? ആദിവാസി പറഞ്ഞാണ്. പച്ചമരുന്നാണോ? പച്ചമരുന്ന് 5-8 കൂട്ടം കൂട്ടിയ പച്ചമരുന്നാണ്. അത് 5-8 കൂട്ടം കൂട്ടി മരുന്ന് ഒന്നേ വായിച്ച് വെച്ച് ഊതണം, അല്ലെങ്കിൽ മരുന്ന് പുകയ്ക്കണം. അപ്പോൾ ഈ തേനീച്ചകളുടെ കുത്താനുള്ള ശേഷിയും മെമ്മറി പവറും കുറച്ച് നേരത്തേക്ക് നശിപ്പിക്കുക. തേനീച്ചകൾക്ക് നന്നായിട്ട് പറന്നു നടക്കും, നമ്മുടെ ദേഹത്ത് വന്നിരിക്കും, ഒക്കെ ചെയ്യുമെങ്കിൽ പോലും ഒരു തേനീച്ച പോലും നമ്മളെ ആക്രമിക്കുകയില്ല. കാരണം അവർക്ക് കുത്താനുള്ള ശേഷിയില്ല, അവർക്ക് മെമ്മറി പവറും ഇല്ല. നമ്മളാണ് ഈ തേനീച്ചക്കൂട് എടുക്കുന്നതെന്നോ ഒന്നും അവർക്കറിയില്ല. നമ്മൾ ഉദാഹരണം ചില അപകടത്തിൽപ്പെട്ട് നമ്മൾ ആശുപത്രി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇഞ്ചക്ഷൻ എടുത്ത് കിടക്കുമ്പം അബോധാവസ്ഥയിൽ എന്ന് പറഞ്ഞ പോലെ അവർ അബോധാവസ്ഥയിൽ പറന്നു കിടക്കും. കുത്താനുള്ള ശേഷിയും മെമ്മറി പവറും ഇല്ല. അപ്പോൾ ഈ മരുന്ന് നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ അത് കൂട്ടൊരു 3-4 കൂട്ടമുണ്ട്. ഒരു 3-4 കൂട്ടം പാലക്കാട് മേഖലകളിലേ ഉള്ളൂ, അട്ടപ്പാടി പ്രദേശത്തേ ഉള്ളൂ. അപ്പോൾ ഈ മരുന്ന് വായിൽ വെച്ച് ചവച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുകച്ചാണ് ഇവരെ മയക്കുന്നത്, തൽക്കാലത്തേക്ക് മയക്കി വെക്കുന്നതെന്ന് പറയുന്നു. ഇത് വായിൽ വെച്ച് ചവയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം? ഒരു കുഴപ്പമില്ല, എല്ലാം പച്ചമരുന്നാണ്. മനുഷ്യ ശരീരത്തിന് യാതൊരു ദൂഷ്യവും ഇല്ല. ചില മരുന്നുകൾ കൊണ്ട് മനുഷ്യ ശരീരത്തിന് ഗുണമേ ഉള്ളൂ, അതിൻ്റെ പച്ചമരുന്നുകൾ കൊണ്ട് യാതൊരു ദൂഷ്യവും. ഇപ്പോൾ ഒരിടത്തൊരു തേനീച്ചക്കൂടിൻ്റെ ഒരു വലിയ ശല്യമുണ്ടെന്ന് പറഞ്ഞ ഒരു കോള് ജോഷി ജോർജിന് എത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ചേട്ടന് ആദ്യം അതിൻ്റെ ആ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ചേട്ടൻ്റെ ആദ്യ റെസ്പോൺസ് എന്തായിരിക്കും? എന്ത് തയ്യാറെടുപ്പ് നടത്തുന്നത്? അപ്പം അത് നമുക്ക് വീട്ടിൽ മരുന്ന് കൂട്ട് തയ്യാറെടുത്ത് വെച്ചിട്ട് കാണും. അപ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ സ്ഥലത്തുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അങ്ങോട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ ആക്രമണത്തിൽ ഒരാൾ പോലും മരണപ്പെട്ടു പോകരുതെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം. നിരവധി ആളുകൾ ഇത്തരം ആക്രമണങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഈ പോകുന്നതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകളുണ്ടോ? പ്രത്യേകിച്ച് ഇങ്ങനെ ജാക്കറ്റ് വല്ലതും? ഒരു തയ്യാറെടുപ്പില്ല, ഈ രൂപത്തിലും ഭാവത്തിലും ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ തേനീച്ചക്കൂട് കണ്ടിട്ടാണ് ഇതെങ്ങനെയാണ്, ഇതിന് പുകയ്ക്കണോ ചവയ്ക്കണോ, ചവച്ച് വായിൽ മരുന്ന് ചവയ്ക്കണോ അതോ പുകയ്ക്കണോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് തേനീച്ചകളുടെ ലക്ഷണം കാണുമ്പോൾ നമുക്കറിയാം അത് ഇളകാൻ തയ്യാറായി നിൽക്കുകയാണോ, ഇളകുവോ, ഏതേത് രൂപത്തിലാണ്, ഭാവത്തിലാണ്. കാരണം തേനീച്ചകൾ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ വല കെട്ടി നിൽക്കുന്ന രീതിയുണ്ട്, താഴോട്ട് ഊർന്നിറങ്ങി കിടക്കും. കാരണം ഇല്ലെങ്കിൽ അടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ ഏത് നിമിഷവും പറന്നാക്രമിക്കാൻ തയ്യാറായി നിൽക്കും. അത് ഓരോ സ്ഥിതിവിശേഷം അനുസരിച്ച് അതിന് വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യും. ഈ വായിൽ മരുന്ന് വെച്ച് ചവയ്ക്കുന്നത് ഏത് സാഹചര്യത്തിലായിരിക്കും ചവച്ചിട്ട്? വായിൽ മരുന്ന് ചവച്ചിരിക്കുന്നത് ചെറിയ സെറ്റൊക്കെ ആണെങ്കിലും വലിയ അപകടകരമല്ലാത്ത സ്ഥിതിയിലാണ്. ഇപ്പം ഞാൻ കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കൂടുതലും നമുക്ക് അത്യുത്തമം മരുന്ന് പോയിക്കുക തന്നെയാണ്. ഇപ്പം കൂടുതലായിട്ട് അതാണോ ചെയ്യുന്നത്? ചെയ്യുന്നത് വായിച്ച വെച്ച് ഊതുകയും ചില നിമിഷങ്ങളിൽ ഇതെല്ലാം പോയിക്കാനുള്ള സംവിധാനം ഇല്ലാത്തപ്പോൾ ചില സമയത്ത് വായിച്ച വെച്ച് ഊതും. ഈ വായിൽ ചവച്ചൂതി കഴിയുമ്പോൾ ഇവർ നിർവീര്യമാകും? നിർവീര്യമാകത്തില്ല, കുത്താനുള്ള ശേഷിയും അവരുടെ മെമ്മറി പവറും നശിക്കും. അത് എത്ര സമയത്തേനെ? അതൊരു 10 മിനിറ്റ് നേരത്തേക്കോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ. ആ സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സമയം കൊണ്ട് തേനീച്ചയുടെ റാഗൽ അഥവാ റാട്ട്, ഈ കൂടുണ്ടല്ലോ തേൻ ഉൽപ്പാദിപ്പിക്കുക, ആ സാധനം നമ്മൾ കണ്ടിച്ചെടുത്ത് അത് അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ആ പ്രദേശം സുരക്ഷിതമാകും. ആണ്. ഈ കേരളത്തിനകത്തും പുറത്തുമായിട്ട് എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനം? അത് 100 കണക്കിന് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 41 കൂട് വരെ എരുമേലി അസിസി നഴ്സിംഗ് കോളേജിൽ എടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ പല സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ വിളിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 10, 15, 5, 6, 7 ഒക്കെ എടുക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഒരു ദിവസം 41 കൂടെ എരുമേലി അസിസി നഴ്സിംഗ് കോളേജ്. ഞാൻ അങ്ങനെ കറക്റ്റ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ
അതൊരു കോവിഡ് കാലത്താണ്. കോവിഡ് കഴിഞ്ഞ ഉടനെ നഴ്സിംഗ് സ്കൂൾ തുറന്നപ്പോൾ തുറക്കാൻ പറ്റത്തില്ല. ആ ബിൽഡിംഗ് മുഴുവൻ അടുങ്ങി കിടക്കുക. അങ്ങനെ 41 കൂട്. അപ്പോൾ അവർ എണ്ണിയച്ചനോട് പറഞ്ഞ് 41 കൂടുണ്ടെന്ന് പറഞ്ഞു. 41 കൂടല്ല, 410 കൂടുണ്ടെങ്കിലും വിഷയമില്ല വരുമെന്ന് പറഞ്ഞാണ് പോയത്. ഈ 41 കൂടൊക്കെ ഇങ്ങനെ ഒരു പ്രദേശത്ത് തന്നെ ഉള്ളപ്പം ഒരു കൂട്ടിൽ ഇങ്ങനെ ഈ മരുന്ന് പ്രയോഗിക്കുമ്പോൾ മറ്റേ കൂട്ടിലുള്ളവർ നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. അത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ഒരു ഡ്രൈവിംഗ് പോലെയാണ്. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണും കാതും മനസ്സും ശരീരവും എല്ലാം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എവിടെയെങ്കിലും ഒന്ന് പതറിപ്പോയാൽ അപകടം ഉണ്ടാവും, ഇല്ലേ? ശ്രദ്ധ മരിക്കുമ്പോൾ മരണം ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ ശ്രദ്ധ മരിച്ചാൽ മരണം അവിടെ ജനിക്കും. പ്രത്യേകിച്ചും നമുക്ക് മാത്രമല്ല, നമ്മൾ തേനീച്ച എടുക്കാൻ പോകുമ്പോൾ എത്ര വലിയ പട്ടണങ്ങളിലാണെങ്കിലും 100 കണക്കിന് ആളുകളുണ്ടെങ്കിലും അവരെയെല്ലാം സാക്ഷി നിർത്തിയാണ് എടുക്കുന്നത്. ആരെയും രാത്രി കാലത്ത് കരിക്കുന്നത് പോലെ ജനലുകളും അടച്ചോ അങ്ങനെയൊന്നുമല്ല. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം ഒരെണ്ണം എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ ശ്രദ്ധയെന്ന് പറഞ്ഞ പോലെ ആ ഒരു കൂട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത കൂട്ടിലേക്ക് ഇതിൻ്റെ മരുന്നാണേലും പുകയാണേലും ആ നിമിഷം ചെല്ലാണ്ട് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. അന്നേരം ഈ നമ്മളിപ്പോൾ ഒരു കൂടിൻ്റെ അവിടെ മരുന്ന് പ്രയോഗിച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും പുകയോ മറ്റോ അടുത്ത കൂട്ടിലേക്ക് പോയി ഇവരെ ഇളകിയാൽ കുത്തു കിട്ടും. ഭയങ്കരമായിട്ട് കുത്തും. അങ്ങനെ കുത്തുകിട്ടിയ സാഹചര്യം എൻ്റെ തൊട്ടടുത്ത ഭരണങ്ങാനം, ഞാൻ ഭരണങ്ങാനം അൽഫോൻസാ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അവിടെ ഭരണങ്ങാനത്ത് ഒരു പാലത്തിനടിയിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് അധികാരികളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് ചെല്ലുകയും JCBയുടെ കയ്യിൽ സേഫ്റ്റി ബെൽറ്റ് ഇട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് പാലായിലുള്ള ഒരു മനോജ് എന്ന് പറയുന്ന ആളും കൂടിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മരുന്ന് ചാടിപ്പോയപ്പോൾ തേനീച്ച ഇളകി വ്യാപകമായിട്ട് കുത്തി. എനിക്കൊരു 1000 കുത്തിന് മേളിൽ കിട്ടി. സേഫ്റ്റി ബെൽറ്റിനകത്തുനിന്ന് JCB റോഡിലോട്ട് എടുത്തു വെച്ചു. പക്ഷേ JCB ഓടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളിയും പേടിച്ചിരിക്കുക, ഈച്ച വന്ന് JCBക്ക് കുത്തുക, ആക്രമിക്കില്ല, കാരണം ക്ലാസ്സിനകത്തില്ലായിരിക്കും. പക്ഷേ എന്നാലും പുള്ളി പേടിച്ച് ഈച്ച ഇളകി നടക്കില്ലേ, നാട്ടുകാർ കൂടിയവരെല്ലാം ഓടി. എനിക്കൊരു 1000 കുത്തിന് മേളിൽ കിട്ടി. എൻ്റെ കൂടെ കോളേജ് വിദ്യാഭ്യാസത്തിൽ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുടെ ഫാദർ ആയിരുന്നു, മേരിഗിരിയുടെ ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ ഓടി വന്നപ്പോൾ എന്നെ മനസ്സിലായി, അയ്യോ ജോഷിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ പറ്റി ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, പുള്ളിയെ ICUലാക്കി. എനിക്ക് ഒരു മരുന്നും വേണ്ടി വന്നില്ല. കാരണം ഞാൻ ഈ തേനീച്ച വല്ലപ്പോഴും ഒക്കെ 1-2 കുത്തുന്നത് കൊണ്ടും തേനീച്ച കൂട്ടിൽ നിന്ന് ലഭിക്കുന്ന റോയൽ ജെല്ലിയും തേനീച്ചയുടെ മുട്ടയും ഒക്കെ ഞാൻ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ശരീരത്തിൽ പ്രതിരോധം ഉണ്ടായിരുന്നു. എനിക്കൊരു മരുന്നും വേണ്ടി വന്നില്ല, ചെറിയൊരു തടിപ്പ് മാത്രം ഉണ്ടായുള്ളൂ. പിറ്റേ ദിവസം തന്നെ ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൽ പോയി ഒരു കൂടെടുക്കുകയും ചെയ്തു. അപ്പോൾ ആളുകൾക്ക് അതിശയം, എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം തലേന്ന് 10,000 കുത്ത് കിട്ടിയ ആൾ പിറ്റേന്ന് പോയി എടുക്കാൻ പോയി. അങ്ങനെ കുത്ത് കിട്ടിയ സന്ദർഭങ്ങളുമുണ്ട്. ചേട്ടൻ ഈ തേനീച്ചയുടെ മുട്ടയൊക്കെ കഴിക്കാറുണ്ടോ? ഇഷ്ടം പോലെ, ധാരാളമായി കഴിക്കാറുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത്? അങ്ങനെ ഈ ആദിവാസി എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് വളരെ നല്ലതാണെന്നും ഇത് കഴിച്ചാൽ നമുക്ക് ശരീരത്ത് പ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കുന്നു. ഈ തേനീച്ചയുടെ മുട്ട റോ ആയിട്ടാണോ കഴിക്കുന്നത്, അതോ ഇനി വേവിച്ചോ അങ്ങനെ എന്തെങ്കിലും? വേവിച്ച് നമ്മൾ മുട്ട ചിക്കി കഴിക്കുന്ന പോലെ വേണേൽ കഴിക്കാം. ഞാൻ പല സന്ദർഭങ്ങളിലും ഇത് വേവിക്കാനൊന്നും പോകാറില്ല. അതിൻ്റെ അതേപടി തന്നെ പിഴിഞ്ഞ് പാല് പോലെ ഇരിക്കും, അതേപടി കുടിക്കുകയാണ്. കോവിഡ് കാലത്തെ അത് കോവിഡ് വന്നിരുന്നോ? ഇല്ല, എനിക്ക് വന്നിരുന്നില്ല. അതെന്തുകൊണ്ട്? അത് ഇത്തരം തേനീച്ചയുടെ മുട്ടയും തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന റോയൽ ജെല്ലിയും ഒക്കെ കഴിക്കുന്നതുകൊണ്ടാണ്. ഈ റോയൽ ജെല്ലിക്ക് വളരെ വലിയ ഗുണമുള്ള സാധനമാണ്, ശരീരത്തിൽ പ്രതിരോധ ശേഷി, മെഡിസിൻ വാല്യൂ ഉള്ളതാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാം. എൻ്റെ അയൽവക്കത്തും ഒക്കെ ഒത്തിരി പ്രദേശത്ത് കൊറോണ വന്നു. കാരണം ഞാൻ പഞ്ചായത്തിലെ ഒരു മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കോവിഡ് വന്ന മുഴുവൻ ആളുകളുടെയും വീടുകളിൽ ഞാൻ സാമൂഹിക അകലം പാലിച്ച് ചെല്ലുമായിരുന്നു. എൻ്റെ അയൽവക്കത്ത് ഒരു പ്രായം ചെന്ന ഒരു അമ്മൂമ്മ കോവിഡ് ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആളെ ഇപ്പം തൊട്ടപ്പുറത്ത് ആ വീട് ഞാൻ കാണിച്ചു തരാം. അവർക്ക് അടക്കാൻ പോകാൻ ആരുമില്ല, എല്ലാവർക്കും ഭയാശങ്ക. അവരുടെ മോനും മകൾക്കും മകളുടെ ഹസ്ബൻഡിനും കോവിഡ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരെയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പോയാൽ മതിയെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലാ ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപമുള്ള പൊതുശ്മശാനത്തിലാണ് അടക്കാൻ പോയത്. അങ്ങനെ പോയി ഞാൻ എല്ലാവരുമായിട്ടും ഇത് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും ഒക്കെ പോകുമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ എനിക്ക് കോവിഡ് വന്നില്ല. അതുപോലെ തന്നെ ഈ ഇറുകൂലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? ഈ എട്ടുകാലിയുടെ വലിയ ഒരു സാധനമാണ്. ഈ അതിന് രോമമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊന്നുമില്ല, മലമ്പ്രദേശങ്ങളിലൊക്കെ കാണും. ആ ഇറുകൂലി കടിച്ചാൽ കോച്ചലുണ്ടാക്കും ശരീരത്ത്, ശരീരം വലിച്ചു കോച്ചും. അപ്പോൾ എത്ര വലിയ ആളാണെങ്കിൽ പോലും പലരും വണ്ടി ഓടിയും ഒക്കെ നിർത്തി വെക്കുന്ന ആളുകളുണ്ട്. കാരണം ഇത് അപ്രതീക്ഷിതമായിട്ട് കോച്ചലുണ്ടാകും. അത്തരം ഇറുകൂലി കടിച്ചാലും ഉള്ള മരുന്നും ഈ ആദിവാസി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇറുകൂലി കടിച്ചാൽ കോച്ചലുണ്ടാകുന്നു. ഏത് വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതാണെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതിരാവിലെ ഒരു മരുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ നേരത്തെ മരുന്ന് കൊണ്ട് ജീവിതകാലത്ത് പിന്നെ കൊച്ചിലുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധയിലിരിക്കട്ടെ. എവിടെയെങ്കിലും ഇത്തരം ആക്രമണത്തിൽ, ഇറുകൂലി ആക്രമണത്തിൽപ്പെട്ട് കോച്ചിലുണ്ടായ ആളുകൾ ചികിത്സിച്ച് ഭേദമാകാതെ നിരാശരായി കഴിയുന്ന. ഇറുകൂലിക്ക് നമ്മുടെ നാട്ടിൽ എന്താ പേര്? ഇറുകൂലിക്ക് പല പേര്. ഞാൻ ഇറുകൂലി, ഇറുമാപ്പുലി എന്നൊക്കെ പറയും. അതിന് ഈ എന്താ സംഭവം? എന്താ
അത് ഈ ഒരു എട്ടുകാലിയേക്കാൾ കുറച്ചുകൂടെ മുഴുത്തതാണ്. അപ്പോൾ ഈ മരത്തേലൊക്കെ മരയിറുകൂലിയും പെരയിറുകൂലിയും ഉണ്ട്. പെരയ്ക്കകത്ത് ചിലപ്പോൾ കാണും ചെറുത്, അതിനൊരു 6 കാലേ ഉള്ളൂ. അത് വളരെ ചില പെരയ്ക്കകത്തൊക്കെ വരും, അതങ്ങനെ കടിക്കാറൊന്നുമില്ല. ഈ മരയിറുകൂലി എന്ന് പറയുന്നത് ചിലപ്പോൾ കടിക്കും. ചിലപ്പോൾ അല്ല, നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അത് മരത്തേലൊക്കെ കയറുമ്പോൾ അതിനെ ആക്രമിക്കാനാണെന്ന് ഓർത്ത് അവൻ കടിച്ചാലാണ് ഈ കോച്ചൽ പോലുള്ള പ്രശ്നം ഉണ്ടാകും. അന്നേരം ഈ മരുന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കഴിക്കണം. ആ ആദിവാസിക്ക് പല മരുന്നുകളും അറിയായിരുന്നു. ആദിവാസി മരണപ്പെട്ടു പോയി. അതുകൊണ്ട് പലതും എനിക്ക് ഇതുപോലെ 1-2 കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ശരി. ഇത് എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാനിടയായത്? ഈ തോട്ടത്തിലെ ആവശ്യത്തിനായിട്ട്? തോട്ടത്തിലെ ആവശ്യത്തിന് ഞങ്ങളുടെ തേങ്ങ ഇടാനും ഒക്കെ വരുന്നതായിരുന്നു. പിന്നെ ഈ പെരുന്തേൻ എടുക്കാനും. അങ്ങനെയാണ് പുള്ളി. അദ്ദേഹത്തിന്റെ പിന്മുറക്കാരൊന്നും ഇല്ലേ ഇപ്പോൾ? അദ്ദേഹത്തിന്റെ പിന്മുറക്കാരില്ല. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ഈ തേനീച്ചക്കൂടുകളില്ലാതെ ഈ മറ്റേ അപകടകാരികളായ മറ്റേ ഇതിന്റെ കൂടുകളൊക്കെയോ? അപകടകാരികളായ കടന്നൽ കൂടുകളെയും എടുക്കും. കടന്നലിനെ നമ്മൾ ഇത്തരം മരുന്ന് പ്രയോഗത്തിൽ കൂടി മയക്കിയ ശേഷം കത്തിച്ച് കളയുക ചെയ്യുന്നു, കൊല്ലുക ചെയ്യും. അതും ഈ മരുന്ന് ഇതേ ഡോസേജ് തന്നെയാണോ? ഇതേ മരുന്ന് തന്നെയാണ്. അളവ് കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. അളവ് കൂടുതൽ വേണ്ടി വരും അവരെ മയക്കാൻ. കാരണം ഓരോ തേനീച്ചയും ഒരു തേനീച്ചയ്ക്ക് ഒരു തവണയെ കുത്താൻ പറ്റുള്ളൂ. ആ തേനീച്ചയുടെ കൊല്ലി എന്ന് പറയും, കുത്തുന്ന കൊമ്പ്. അത് ഒടിഞ്ഞു പോകുമ്പോൾ ആ തേനീച്ച പിന്നെ 2 മണിക്കൂറിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നില്ല, പിന്നെ ആരെയും കുത്താനും സാധിക്കില്ല. പക്ഷേ കടന്നലുകൾ അങ്ങനെയല്ല. കടന്നലിന്റെ കൊമ്പ് ഒടിയുന്നില്ല, ഒന്നിൽ തവണ അവനെ ആക്രമിക്കാൻ പറ്റും, കുത്താൻ പറ്റും. അതുകൊണ്ട് ആ കുത്ത് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പം നമുക്ക് നിസ്സാരം ശരീരഭാഗത്ത് ഇവിടെ ഈ പ്രദേശത്തൊക്കെയാണ് കുത്ത് ലഭിക്കുന്നതെങ്കിൽ വെളിയിലോട്ട് നീര് കയറുന്നത് പോലെ തന്നെ അകത്തേക്ക് നീര് കയറും. അപ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകും. നമുക്ക് പ്രഷർ കുറഞ്ഞാണ് ഒട്ടുമിക്ക ആളുകളും തന്നെ മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ ശ്വാസതടസ്സം ഒക്കെ ഉണ്ടായി മരണപ്പെട്ടുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാകും. നമുക്കൊരു സ്വാഭാവികമായ ഒരു ടെൻഷൻ ഉണ്ടാകുമല്ലോ. ഈ അടുത്തിടയ്ക്ക് കോട്ടയത്ത് കാരാപ്പുഴ സ്കൂളിലെ തേനീച്ച കൂട് എടുത്തതായിട്ട് കേട്ടു. അതെങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് ബന്ധപ്പെട്ടത്? കാരാപ്പുഴ സ്കൂളിൽ, കാരണം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ആളുകളിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെ വിളിച്ച് കഴിയുമ്പോൾ എന്നെ ബന്ധപ്പെട്ടുകൊള്ളാൻ പറയും. അങ്ങനെ അവർ വിളിച്ച് ഞാൻ പോയതാണ് അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തായിരുന്നു അവസ്ഥ? അവിടെ വലിയ അപകടകരമായ ഒരു പെരുന്തേൻ കൂടാണ് ഉണ്ടായിരുന്നത്. കാരണം കാരാപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ LP വിഭാഗം മുതലുള്ള ആളുകൾ പഠിക്കുന്ന സ്കൂളാണ്. ഹയർ സെക്കൻഡറി വരെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ വയോവിഹുലരായിരുന്നപ്പോൾ അതിനെ പോയി എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അവിടെ അത് മുകളിൽ കയറിയാണോ ചെയ്യുന്നത്? മുകളിൽ കയറിയാണ് ചെയ്തത്. ഈ ഉയരത്തിലൊക്കെ വന്ന് കയറേണ്ട സാഹചര്യങ്ങൾ, അങ്ങനെ എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉയരത്തിലെടുക്കേണ്ടത് നമ്മൾ കേഡറൊക്കെ ഇട്ട് കയറും. കേഡർ ഇട്ട് പിന്നെ തോട്ടിയേൽ ആണ് ബാക്കി കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ ഈ കേഡറും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യുമോ? അല്ല, അവരെ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ പെയിന്റ് അടിക്കാരുടെ ഇരിക്കുന്ന ഗോവണിയോ, അല്ലെങ്കിൽ ഈ അടുത്ത നാളിൽ ഈരാറ്റുപേട്ടയിൽ ഒരു മുസ്ലിം പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു തെങ്ങിലായിരുന്നു. ആ തെങ്ങിൽ ഞാൻ ആദ്യത്തെ ദിവസം പോയി ഫയർഫോഴ്സുകാർ വന്നു ഇതുകൂട്ട് ഗോവണി വെച്ച് തന്നത് വിജയിച്ചില്ല. ആ കെട്ട് ശരിയായില്ല. പിറ്റേ ദിവസം ഞാൻ JCB ആയിട്ട് പോയി റോഡിൽ JCB ഇട്ട് വണ്ടി ബ്ലോക്ക് ചെയ്തുകൊണ്ട് തോട്ടിയേൽ കൈകാര്യം ചെയ്തു. അങ്ങനെ ഓരോ സ്ഥലത്തും അനുയോജ്യമായ രീതിയിലാണ് നമുക്ക്. കാരണം വളരെ ചെരിഞ്ഞ റോഡിലോട്ട് നിൽക്കുന്ന ഒരു തെങ്ങായിരുന്നു. ബാംഗ്ലൂർ മോടെ ഒരു നേഴ്സിംഗ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയപ്പം അവിടെ ഇതുപോലെ ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം എന്നെ പരിചയമുള്ള ഒരു മലയാളി വന്നു. അപ്പം പുള്ളി പണ്ട് സെൻറ് തോമസ് കോളേജിൽ പഠിച്ചതാണ്, ഞാൻ അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മലയാളിയായ ആൾ തന്നെ കണ്ടേച്ച് അവിടെ ഒരു കർണാടകക്കാരനായ ഒരു റെഡ്ഡിയുടെ വീട്ടിൽ അവർ വലിയ വിശ്വാസികൾ, അതിനെ കൊല്ലാൻ കഴിയില്ല, മരുന്നടിച്ചും കരിച്ചുവോ കൊല്ലാം. അന്നേരം ഇതിൻ്റെ വീഡിയോ എല്ലാം കാണിച്ചപ്പം എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എവിടെ യാത്ര ചെയ്താലും, ബസ്സിൽ യാത്രയാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും കാറിലാണെങ്കിലും എൻ്റെ ഈ പച്ചമരുന്നുണ്ടാവും. അങ്ങനെ പോയി അതിനെ എടുത്തു, അതെടുത്തു മാറ്റി കൊടുത്തു. ഈ പച്ചമരുന്നുകൾ ഇപ്പം ആദിവാസി പറഞ്ഞ ആ മരുന്ന് കൂട്ടം, അതിനൊരു ദൗർലഭ്യം നമ്മുടെ നാട്ടിലുണ്ടോ? നിലവിലില്ല. ഇല്ല. പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ചിലപ്പോൾ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമുക്കിവിടെ പറ്റുകയില്ലാത്തത്? എല്ലാ മരുന്നുകളും ഈ നാട്ടിൽ പിടിക്കുന്നവയല്ല. ഇത് ഇപ്പം ജോഷി ചേട്ടന് ഇത് ഈ ഒരു വിദ്യ ഇപ്പം ജോഷി ചേട്ടൻ്റെ അനന്തരാവകാശികൾക്ക് എൻ്റെ മോന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ എന്നോടൊപ്പം പലയിടത്തും എടുക്കാൻ വന്നിട്ടുണ്ട്. പണ്ട് പത്രക്കാരൊക്കെ തീക്കോയിൽ ഒരു വീട്ടിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്നു, മോനെ കൂടെ കൂട്ടാവെന്ന് ചോദിച്ചു. അങ്ങനെ കൂട്ടി അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇതിനകത്ത് കിടന്നു. മോൻ എന്ത് പ്രായമുണ്ട്? മോൻ ഇപ്പോൾ +1 പഠിക്കുക. അന്ന് അൽഫോൻസാ റെസിഡൻഷ്യൽ സ്കൂളിൽ 7ലോ 6ലോ പഠിക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാറായോ? ആയി, എങ്കിലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ശരി. അപ്പം മോൻ ഇതിനകത്ത് അത്യാവശ്യം പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ശരീരഭാരം കുറയ്ക്കാനും കുറച്ചൊന്ന് സ്ലിം ആകാനും ഒക്കെ തേൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അത് അനുഭവത്തിൽ എങ്ങനെയാണ്? തേൻ വളരെ അത്യുത്തമമാണ്. ഈ തേനീച്ചയുടെ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ആ മാസങ്ങളിൽ ഞാനൊരു 8-10 കിലോ വരെ കുറയ്ക്കും. കാരണം ഇതുപോലെ തേൻ വ്യാപകമായിട്ട് നല്ല രീതിയിൽ കുടിക്കുകയും എടുക്കാൻ പോകുമ്പോൾ തന്നെ നന്നായിട്ട് കുടിക്കും. പിന്നെ ഇത് കഴിക്കുകയും വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുക. ഒരു 5 മണി 6 മണി കഴിഞ്ഞാൽ ഭക്ഷണമേ കഴിക്കുക. കാരണം നമുക്ക് ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഓടിച്ചെല്ലാനും ഈ കേഡറൊക്കെ ഇട്ട് ഏത് മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ചെല്ലണമെങ്കിൽ നമുക്ക് കതപ്പുണ്ടാകും. അപ്പോൾ കതപ്പുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ശരീരം കുറച്ച് നിർത്തിയാൽ നമുക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റും.
കാരണം ഞാൻ പല കെട്ടിടങ്ങളുടെ മണ്ടയിൽ പല കുരിശുപള്ളിയുടെയൊക്കെ മണ്ടയിൽ കയറിയിട്ട് കയറയിലൊക്കെ ഊർന്നിറങ്ങി വരുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പേടിച്ചു പോകും. നമുക്കൊരു ഭയാശങ്കയില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു വിഷയമില്ലാണ്ട് കയറി പോകാൻ സാധിക്കും. വലിയ ഗോണികളെയും അല്ലാണ്ടുമൊക്കെ കറങ്ങിയൊക്കെ കയറി പോകണം. അപ്പം യാതൊരു വിഷയവുമില്ല. കാരണം നമ്മൾ ശരീരം നിയന്ത്രിച്ച് നിർത്തും. ഇതിപ്പോൾ ഇനി പുറത്തുനിന്ന് ആരെയെങ്കിലും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ വിദ്യ പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഇപ്പം ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം ആരെങ്കിലും ഒക്കെ പഠിപ്പിക്കണം. ആണ് അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും ഉണ്ട്. ആരെങ്കിലും താല്പര്യപ്പെട്ട് വന്നാൽ അവരെ പഠിപ്പിക്കും. ഇപ്പോഴല്ല, ഒരു കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ. കഴിഞ്ഞിട്ട് എനിക്ക് ശേഷം പ്രളയം ഒന്നും ഇല്ല, അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കും. അല്ല, അത് വേണമല്ലോ, വേണമല്ലോ. അന്നും തേനീച്ചകളുണ്ടാവും. കാരണം ആദിവാസി എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും ആദിവാസിയുടെ മരണശേഷം ചേട്ടനത് കൊണ്ടുപോകാൻ പറ്റുന്നത് പറഞ്ഞു തന്നുകൊണ്ടാണ്. തീർച്ചയായും. കേട്ടല്ലോ, ജോഷി മൂഴിയാങ്കൽ ചേട്ടൻ്റെ കഥകൾ കേട്ടല്ലോ. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ അറിയുന്നിടത്തോ എവിടെയെങ്കിലും തേനീച്ചകളുടെയോ കടന്നലുകളുടെയോ വലിയ ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോൺ കോളിൻ്റെ അകലത്തിൽ ജോഷി മൂഴിയാങ്കൽ ചേട്ടനുണ്ട്. അദ്ദേഹം എവിടെയാണെങ്കിലും പാഞ്ഞെത്തും. പ്രത്യേകിച്ച് ഫീസൊന്നും അദ്ദേഹം അതിനെ ഈടാക്കുന്നില്ല. അദ്ദേഹം ഇവിടുന്ന് പാലായിക്കടുത്ത് പൂഞ്ഞാറിൽ നിന്ന് വേണം അദ്ദേഹം കേരളത്തിൽ എവിടെയാണെങ്കിലും വന്നു പോകാൻ. അതൊരു കാർ വിളിച്ചായിരിക്കും വരുന്നത്. അതിനുള്ള യാത്രാ ചെലവ് മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ചെലവും പിന്നെ ഭക്ഷണം മനുഷ്യന് കഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മാത്രമേ, അല്ലാതെ നിശ്ചിത ഫീസൊന്നും എനിക്ക് ഇത്ര ഫീസ് ഉണ്ടെങ്കിലേ ഞാൻ വരുവുള്ളൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന തേനീച്ചക്കൂടായാലും കടന്നൽക്കൂടായാലും ഇത്ര ഫീസ് കിട്ടിയാലേ ഞാൻ വന്ന് അത് എടുക്കുകയുള്ളൂ, അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയൊന്നും അദ്ദേഹത്തിനില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ബാക്കി ചിലവുകളൊന്നും നോക്കണമെന്ന് മാത്രമേ ഉള്ളത്. ഈ കൺവെയൻസിൻ്റെ ചിലവുകൾ മാത്രം ഒന്ന് പരിഗണിക്കണം എന്നേ ഉള്ളൂ. അദ്ദേഹം മകനെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ 1-2 വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ പുറത്ത് മറ്റാരെയെങ്കിലും ഇദ്ദേഹം താല്പര്യപ്പെട്ട് വരുന്നവരെ ഒന്ന് അഭ്യസിപ്പിക്കണം എന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അദ്ദേഹം അതിന് തയ്യാറാണ്. ഇറുകൂലി എന്ന് പറയുന്ന 8 വർഗത്തിൽപ്പെട്ട ഒരു വിഷജീവിയുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കോച്ചി വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അത് എത്ര ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പോലും ആ ഒരു അനുഭവം ഉണ്ടാകും. അപ്പം അതിനുള്ള ഒരു ഒറ്റമൂലിയും ജോഷി മൂഴിയാങ്കൽ ചേട്ടൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും അതുപോലൊരു അനുഭവം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. അതിനുള്ള കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.